ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് ടിപ്സ് ആൻഡ് ടോക്സ്. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെയാണ് മാനിക്യൂർ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നെയിൽ പോളിഷൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അതൊക്കെ റിമൂവ് ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ നെയിൽ പോളിഷൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ഈ ഒരു മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇലക്ഷൻ വോട്ട് ചെയ്തില്ലേ, അതിൻ്റെ ആ ഒരു മാർക്കാണ്. ഇത് ഇതുവരെ പോയിട്ടില്ല കേട്ടോ, അതിൻ്റെ മാർക്കാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യുക. ഞാൻ നെയിൽ പോളിഷൊന്നും അടിക്കാത്ത കാരണമാണ് അത് റിമൂവ് ചെയ്യാത്തത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇത്തിരി ഇളം ചൂടുവെള്ളം എടുക്കുക, അതിലോട്ടൊരു പകുതി നാരങ്ങ പിഴിഞ്ഞിടുക. ഈ നാരങ്ങ നമ്മുടെ സ്കിന്നിനും അതുപോലെ നഖത്തിനൊക്കെ വളരെ നല്ലതാണ്. ഈ കറുപ്പ് പാടും അഴുക്കൊക്കെ പോകാനൊക്കെ വളരെയധികം നല്ലതാണ്. പിന്നെ അടുത്തത് അതിൽ ഷാമ്പു ഇടുക. ഷാമ്പു ഒരു 3-4 ഡ്രോപ്സ് ഇടുക. നിങ്ങളുടെ കയ്യിൽ ഏത് ഷാമ്പു ആണോ അത് ഉപയോഗിക്കുക കേട്ടോ. ഹാൻഡ് വാഷൊക്കെ ആണെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാം. എന്നിട്ട് നമ്മളൊരു 10 മിനിറ്റ് കൈ നന്നായിട്ട് അതിൽ സോക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും സ്കിന്നിലെ ഇമ്പ്യൂരിറ്റീസും അഴുക്കൊക്കെ വേഗം പോകാനും സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനും ഗ്ലോ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പത്ത് മിനിറ്റിന് ശേഷം തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പഴയ ബ്രഷ് ഉപയോഗിച്ച് നമ്മുടെ നഖമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റോളം ബ്രഷ് ചെയ്താൽ മതിയാവും. നഖമൊക്കെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇത് നഖത്തിൻ്റെ ഇടയിലുള്ള അഴുക്കൊക്കെ കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിൽ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോവുകയും ചെയ്യും. പഴയ ബ്രഷ് എടുത്താൽ മതി ഇതിനായിട്ട്. ഇതിന് ശേഷം നമ്മൾ കൈയൊക്കെ 10 മിനിറ്റിന് ശേഷം കൈ നന്നായിട്ട് നമുക്കൊന്ന് തോർത്തുകൊണ്ടൊന്ന് തുടച്ചെടുക്കാം. ഇതിപ്പോൾ എൻ്റെ കൈ നന്നായിട്ട് തോർത്തെടുത്തിട്ടുണ്ട്. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനായിട്ട് ഞാനിവിടെ ഒരു അലോവേറ ജെല്ലാണ് എടുത്തേക്കുന്നത്. പതഞ്ജലിയുടെ അലോവേറ ജെല്ലാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് അലോവേറ ജെല്ലാണ് അത് യൂസ് ചെയ്യാം. നാച്ചുറലായിട്ടുള്ള അലോവേറ ജെല്ലാണെങ്കിൽ അതായാലും യൂസ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂള് പൊട്ടിച്ച് നന്നായിട്ട് അതിലിട്ട് മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് കയ്യിലിട്ട് അപ്ലൈ ചെയ്യാം. ഇന്ത്യയിലുള്ള ഈ അലോവേറ ജെല്ലിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഓൾറെഡി അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ് ഞാനത് ഇടാത്തത്. അത് നമ്മുടെ കയ്യിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നഖത്തിലും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് സ്കിന്നിനും നമ്മുടെ നഖത്തിനൊക്കെ വളർച്ചയ്ക്കും അതുപോലെ നഖം പൊട്ടിപ്പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെയധികം നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ കയ്യിൽ ഇത് നന്നായിട്ട് അബ്സോർബ് ആവണം. ഇപ്പം തന്നെ സ്കിന്നിൻ്റെ ആ ഒരു വ്യത്യാസം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നഖത്തിലും നല്ലൊരു ഷൈനിങ് ഒക്കെ കിട്ടും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട്. കണ്ടോ, ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഈ മാനിക്യൂർ. അടുത്തത് ഇപ്പോൾ എൻ്റെ കൈയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നഖമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം, ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനൊരു നെയിൽ കട്ടർ എടുത്തിട്ടുണ്ട്. ഈ നെയിൽ കട്ടർ ഉപയോഗിച്ച് നമുക്ക് ഫസ്റ്റ് നെയിൽ കട്ട് ചെയ്യാം, ഷേപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. ഓവൽ ഷേപ്പോ റൗണ്ട് ഷേപ്പോ സ്ക്വയറോ അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ ഇപ്പോൾ നെയിൽ കട്ടർ മാത്രമേ ഉള്ളൂ. അതിനുള്ള നിങ്ങൾക്ക് ഇതിൻ്റെ മാനിക്യൂറിൻ്റെ ടൂൾസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇതൊരു നെയിൽ കട്ടറിൽ തന്നെ എൻ്റെ എന്താ പറയുക, ഇപ്പം ഞാൻ നഖം ഷേപ്പ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമ്മൾ ഇപ്പോൾ ഇപ്പുറത്തെ കയ്യിൽ ഞാൻ നഖമൊന്നും വളർത്തണില്ല, അതുകൊണ്ട് ഫുള്ള് കട്ട് ചെയ്ത് കളഞ്ഞൊക്കെയാണ്. പിന്നെ വേണ്ടത് നമ്മൾ ഈ നെയിൽ കട്ടറിൽ തന്നെ ഉണ്ടാവും കൊണ്ട് അഴുക്കൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കോല് പോലത്തെ ഒരു ഇത് ഇതിൻ്റെ അറ്റം കൊണ്ട് നമ്മുടെ നഖത്തിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ നമുക്ക് കളയാം ഫസ്റ്റ്. കണ്ട, ഇത് എൻ്റെ ഇപ്പം നഖത്തിൻ്റെ ഉള്ള അഴുക്കൊന്നും ഇല്ല എങ്കിലും നമുക്ക് ഇത് വെച്ച് അഴുക്കൊക്കെ ആദ്യം കളയാം. പിന്നെ എന്നിട്ടുണ്ടെങ്കിൽ ഈ ക്യൂട്ടിക്കിൾസൊക്കെ ഉണ്ടാവില്ലേ, ക്യൂട്ടിക്കിൾസൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും ഈ ഒരു സാധനം കൊണ്ട്. നമുക്ക് അങ്ങനെ അതും കളയാം. ഇപ്പം എൻ്റെ കയ്യിൽ ക്യൂട്ടിക്കിൾസൊന്നും ഇല്ല, ഇങ്ങനെ കളയാനും മാത്രമായിട്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കോട്ട് അതൊന്ന് പ്രസ് ചെയ്തിട്ട് ബാക്കിൽ ഇങ്ങനെ ബാക്കോട്ട് പ്രസ് ചെയ്ത് നമുക്ക് ക്യൂട്ടിക്കിൾസൊക്കെ റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അതും കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഷേപ്പ് ചെയ്ത നഖത്തിനെ ഒന്ന് ഫൈൻ ചെയ്തെടുക്കണം. ഇപ്പോൾ ചില നഖമൊക്കെ ഭയങ്കര ഷാർപ്പായിരിക്കും, അതൊന്ന് ഫൈൻ ചെയ്തെടുക്കുക. അധികമൊന്നും ഉരസണ്ട, ചെറിയ രീതിയിലൊന്നും ഉരസി കൊടുക്കുക എല്ലാ നഖവും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് നെയിൽ പോളിഷ് ഇടുക ചെയ്യുന്നത്. ഞാനിവിടെ ഒരു ഡാർക്ക് ഗ്രീൻ കളർ നെയിൽ പോളിഷാണ് എടുത്തേക്കുന്നത്. അത്ര വലിയ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള നെയിൽ പോളിഷൊന്നും അല്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നെയിൽ പോളിഷ് നിങ്ങൾ അടിച്ചു കൊടുക്കുക നന്നായിട്ട്. പതിയെ ജെൻറ്റിലായിട്ട് അടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ നെയിൽ പോളിഷൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ട മാനിക്യൂർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കൈയുടെ വ്യത്യാസമൊക്കെ കണ്ട, നല്ല സോഫ്റ്റായി നല്ലൊരു ഗ്ലോ ഉണ്ട്. നഖമൊക്കെ ആണെങ്കിൽ നല്ല ഷൈനിങ് ആയിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് താഴത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാൻ ഇടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ വീഡിയോസ് ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവരുടെ അറിവിലേക്ക് അത് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.